അസ്സാം വലൈക്കും. അപ്പം നമ്മൾ മുന്നേ ചെയ്ത വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ സൂറ അൽ അനമിലെ 67-ാമത്തെ ആയത്താണ് പറയുന്നത്, നബിയെ, നിന്റെ ജനത ഇത് സത്യമായിരിക്കെ ഇതിനെ നിഷേധിച്ച് കളഞ്ഞിരിക്കുന്നു. പറയുക, ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനൊന്നുമല്ല. ഓരോ വൃത്താന്തത്തിനും അത് സത്യമായി പുലരുന്ന ഒരു സന്ദർഭമുണ്ട്, നിങ്ങളത് അറിഞ്ഞുകൊള്ളൂ. ഇവിടെ നമുക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ മറ്റൊരു ശക്തി അള്ളാഹുവിനോട് കൽപ്പിക്കാണ്. അവർക്ക് ഉത്തരവാദിത്തം അതിന് ഇന്ന അംശം കാരുണ്യം നൽകണം എന്നൊന്നും അവിടെ പറയുന്നില്ല എന്ന്. കാരണം അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഓഫറാണ്, അല്ലാതെ ഇന്നാരും കൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് ഇവിടെ അള്ളാഹു പറയുന്നതിന്. ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനൊന്നും അല്ലാന്ന്. ഓരോ വൃത്താന്തത്തിനും അത് സത്യമായി പുലരുന്ന ഒരു സന്ദർഭമുണ്ട്, നിങ്ങളത് അറിഞ്ഞുകൊള്ളുന്നു പറയുമ്പോൾ ഈ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഈ ഒരു എന്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭം ഏതാ? ഒന്ന് നമ്മുടെ മരണമാണ്. കാരണം നമ്മൾ മരിക്കുന്ന സമയത്ത് ഇത്ര കാലം നമ്മുടെ ജീവൻ എന്തായിരുന്നു, നമ്മൾ ആരെ സപ്പോർട്ടിലാണ് ജീവിച്ചിരുന്നൊക്കെ നമ്മൾ അറിയുന്നത് ആ ഒരു സമയത്താണ്. അതാണ് അറിഞ്ഞുകൊള്ളുന്നു പറയുന്നത്. മറ്റൊന്ന് ഭൂമിയുടെ അവസാനം അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിന്റെ അവസാനം എന്നൊക്കെ നമുക്ക് പറയാം, അവസാന കാലഘട്ടങ്ങൾ. ഇവ രണ്ടും നമ്മുടെ ജനനാവട്ടെ മരണാവട്ടെ നമ്മുടെ ഈ ലോകാവസാനട്ടെ ഇതൊക്കെ സൃഷ്ടാവിൻ്റെ ഈ ഒരു അംശത്തിനുള്ള പ്രവർത്തികളാണ്. അപ്പം ഈ ഒരു സന്ദർഭം നമ്മൾ മനസ്സിലാക്കൽ ഒന്ന് ഈ ഒരു കാര്യത്തിൽ കൂടി തന്നെയാണ്. ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ ലോകാവസാനം. കാരണം ഇതിലെല്ലാം നമുക്ക് സൃഷ്ടാവിൻ്റെ ആ ഒരു കാരുണ്യം എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥകളാണ് അതൊക്കെ. പിന്നെ അതിൽ തന്നെ 68 പറയുന്നത്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അപഹസിക്കുന്നതിൽ മുഴുകിയവരെ നീ കണ്ടാൽ അവർ മറ്റു വർത്തമാനത്തിലും പ്രവേശിക്കുന്നത് വരെ നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക. ഇനി വല്ലപ്പോഴും നിന്നെ പിശാച് മറപ്പിച്ചു കളയുന്ന പക്ഷം ഓർമ്മ വന്നതിന് ശേഷം അക്രമികളായ ആളുകളുടെ കൂടെ നീ ഇരിക്കരുത്. ഇപ്പം ഇവിടെ പറയുന്നത്, അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയിട്ട് ഒരു വിഭാഗം ആളുകൾ സംസാരിക്കാന്ന് വിചാരിക്കുക. അത് മോശമായിട്ടാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കരുത്, അതിൽ നിന്ന് എണീറ്റ് പോവുക. ഇനി അതല്ല, നമ്മൾ പിശാച് മറപ്പിച്ച് കളയുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരുന്നൊരു സമയം ഉണ്ടാവില്ല, ഒരു ബോധം വരുന്ന സമയം. അപ്പം നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവാന്ന് പറയുന്നുണ്ട്. ഇവിടെ യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതൊരു കാലഘട്ടത്തിലാവട്ടെ ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഏൽപ്പിക്കപ്പെടുന്ന ആ ഒരു സമയത്ത് മനുഷ്യരിലേക്ക് അത് എത്തിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും ആര് പ്രവർത്തിക്കുന്നുണ്ടാവും? അതേസമയം പിശാച് ദുർബോധനം നടത്തുന്നുണ്ട്. ഇപ്പോൾ അതിൽ വിശ്വസിക്കണ്ട, അതിൽ നിങ്ങൾ അംഗീകരിക്കരുത്, അത് നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ മനസ്സിനൊക്കെ പിന്തിരിപ്പിച്ചിട്ട് തെറ്റിലേക്ക് കൊണ്ടുപോയി ചാടിക്കും. അപ്പം ഈ ഒരു സാഹചര്യം എല്ലാ കാലഘട്ടത്തിലുള്ളത് തന്നെയാണ്. അപ്പം ഇനിയും അതുപോലൊരു അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വരുന്ന സമയമാണെങ്കിലും നമ്മളത് സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ടാണ് അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ മോശമായി സംസാരിക്കുമ്പോൾ നമ്മളത് കേട്ടിരിക്കാൻ നിൽക്കണ്ട. കാരണം അത് നമ്മൾ ഒരു പക്ഷേ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നമ്മളതിൽ പെടുത്താൻ സാഹചര്യം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് നമ്മളത് കേട്ട് നിൽക്കേണ്ടെന്ന് പറയുന്നത്. മറ്റൊന്ന്, ബൈബിളിലും ഭഗവത്ഗീതയിലൊക്കെ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം ഏക ദൈവത്തിലാണ് എല്ലാം കിടക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ആത്മാവും അവനിൽ നിന്നാണ് വന്നതെന്നൊക്കെയുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത്, അത് അറിയുന്ന സമയത്ത് നിങ്ങളത് അസൂയയില്ലാതെ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ പാപം ഞാൻ മായ്ച്ചു കളയും, നിങ്ങൾക്ക് ശുഭലോകം നൽകുന്നൊക്കെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അത് നമ്മൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക, കേൾക്കുക. അതിലുപരി നമ്മൾ അതിനെ മനസ്സുകൊണ്ട് എതിർത്താൽ അല്ലെങ്കിൽ അവിശ്വസിച്ചാൽ നമ്മളെ ഒക്കെ നഷ്ടപ്പെടുന്നതാണ് അവിടെ ഉദ്ദേശിച്ചത്. അതിനി ഖുറാനിലേക്ക് പോകാൻ തന്നെ ഖുറാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ പറ്റി പറയപ്പെടുന്ന സമയത്ത് നമ്മൾ അതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ നിഷേധിച്ചു എന്ന് കണ്ടാൽ നമ്മൾ ഹൃദയം അവിടെ സീൽ ചെയ്ത്. കാരണം പിന്നീട് നമ്മുടെ ഹൃദയത്തിൽ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് കഴിയാത്ത രീതിയിൽ അള്ളാഹു അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ നമുക്ക് അതിന് മനസ്സിലാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയൂല. അപ്പം അതുകൊണ്ടാണ് അത്തരം സംസാരങ്ങൾ വരുന്ന സമയത്ത് നമ്മളത് കേട്ട് നിൽക്കാൻ പോകണ്ടെന്ന് പറയുന്നത്. കാരണം പിശാച് നമ്മളെ പെടുത്താൻ ചാൻസ് ഉണ്ടാവും. ഇനി അതിൽ തന്നെ 69 പറയുന്നത്, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവരുടെ കണക്ക് നോക്കേണ്ട യാതൊരു ബാധ്യതയില്ലാന്ന്. പക്ഷെ ഓർമ്മിക്കേണ്ടത് അവർ സൂക്ഷ്മത ഉള്ളവരാവാൻ വേണ്ടി, അല്ലെങ്കിൽ ഉള്ളവർ ആയേക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, മറ്റുള്ളവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ലാന്ന്, യാതൊരു ബാധ്യതയില്ലാന്ന്. പക്ഷെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, അവർ സൂക്ഷ്മത ഉള്ളവർ ആയേക്കാന്ന്. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ അത്തരം കാര്യങ്ങൾ, അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങൾ പറയുന്ന സമയത്ത്. ഇപ്പം ഇതിലുള്ള മറ്റൊരു അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു
ഒരു കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റി മോശമായിട്ട് സംസാരിക്കുന്ന വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ അപ്പം അത് അവർ പറയുന്നത് വരെ നമ്മളത് കേട്ട് നിൽക്കാൻ പോകണ്ടെന്ന് പറയുന്ന രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇന്നത്തെ കാലഘട്ടത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മീഡിയകളിലൂടെ നമുക്ക് ഇപ്പോൾ ഓരോ സെക്കൻഡും ഓരോ വീഡിയോസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരാളെന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്ത് മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അതിപ്പോൾ നല്ലതായാലും ഇനി മോശമായാലൊക്കെ അതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അതേപോലെ തന്നെ ഇവിടെ പറയുന്നത്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അഭ്യസിക്കുന്നതിൽ മുഴുകിയവരെ നീ കണ്ടാൽ അവർ മറ്റു വർത്തമാനത്തിൽ പ്രവേശിക്കുന്നത് വരെ നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്ന്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം എൻ്റെ വീഡിയോ തന്നെ അപ്പം നിങ്ങൾ മുന്നിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ എല്ലാ ഗ്രന്ഥത്തിൽ നിന്ന് തെളിവിൽ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഇതന്നെ ഇപ്പോൾ ഒന്ന് എല്ലാവരും കാണുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതിനെ മോശമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ കളിയാക്കാനായിട്ട് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെ വ്യക്തികൾ ഇപ്പോൾ നിങ്ങളെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുക. കാരണം നമ്മളത് കേൾക്കാനോ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. മറ്റു വർത്തമാനത്തിൽ പ്രവേശിക്കുന്നത് വരെ നീ അവരിലേക്ക് പോവരുത് എന്ന് പറയുന്നത്. അപ്പം എന്താ, ഇന്നിപ്പോൾ ഒരു സംസാരം, ഇന്നിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സബ്ജക്റ്റ് ആയിരിക്കും അവരെടുക്കുന്നത്. അപ്പോൾ അതന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലല്ലോ. അപ്പോൾ അതേ രീതിയിൽ മറ്റൊരു സബ്ജക്റ്റിലേക്ക് വരുന്നത് വരെ അതിലേക്ക് പോവരുത് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കേൾക്കാനേ പോവണ്ട, ആ രീതിയിലാണ് ഇവിടെ പറയുന്നത്. പിന്നെ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവരുടെ കണക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നിവിടെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് വിശ്വാസമാണെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കുക. മറ്റുള്ളവരെന്താണോ പറയുന്നത് അവർ വിശ്വസിക്കുക, വിശ്വസിക്കാതിരിക്കുക, നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഈ പറയുന്നത് ആരാ? ഞാനല്ല നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ പറയുന്നത് നമ്മുടെ സൃഷ്ടാവാണ് നമ്മോട് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കുക. ഇനി അധ്യായം 41 ഫുസിലത്ത് 53 നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക സൂക്താണിത്. ഒന്നും കൂടി ഞാനത് റിപ്പീറ്റ് ചെയ്യണേ. ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കാണ് വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. ഏതാണ് ആ ദൃഷ്ടാന്തങ്ങൾ? നമ്മുടെ കൈകളിൽ അള്ളാഹ് എന്നുള്ള നാമുണ്ട്, നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള തെളിവുകളുണ്ട്, കാലുകളിലുണ്ട്, തലകളിലുണ്ട്. ഇതൊക്കെ നമ്മൾ ബൈബിളിൽ നിന്നും ഖുർആനിൽ നിന്നും ഭഗവത്ഗീതയിലൊക്കെ നമ്മൾ എടുത്ത് കാണിച്ചു തന്നു. ഇനി നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേന്ന്. അപ്പോൾ നമ്മളെ രക്ഷിതാവാണ് എല്ലാത്തിനും സാക്ഷി എന്നുള്ള തെളിവുകളല്ലേ നമ്മൾ കാണിച്ചു തന്നത്. ഇനി ഓർക്കുക, അവൻ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെ പറ്റി സംശയത്തിലാകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സംശയിക്കുന്ന ആളുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഓർക്കുക, തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാവുന്നു. അപ്പോൾ നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട്, നമ്മളെ ഹൃദയത്തിലുള്ളത് അവനെ അറിയുന്നുണ്ട്, നമ്മുടെ ജീവന് എല്ലാം. അപ്പം അത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും.